എല്ലാവർക്കും നമസ്കാരം. SPR മലയാളം ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഗ്രാമർ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളം ഗ്രാമറിലെ വിഭക്തി എന്ന് പറയുന്ന ഭാഗമാണ്. വിഭക്തി നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണ്. അതുപോലെ തന്നെ PSC പരീക്ഷകളിലും വിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഭക്തിയും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രത്യയങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനുള്ളത്. അപ്പോൾ എന്താണ് വിഭക്തി എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം നമുക്കൊന്ന് വ്യക്തമാക്കാം. വിഭക്തി എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു നാമത്തിന് ക്രിയയോടോ മറ്റു നാമങ്ങളോടോ ബന്ധം കുറിക്കുന്നതിന് വേണ്ടി ആ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത്. രൂപഭേദം എന്ന് പറഞ്ഞാൽ മാറ്റം. ഒന്നുകൂടെ അതിൻ്റെ നിർവചനം പറയാം. ഒരു നാമത്തിന് ക്രിയയോടോ മറ്റു നാമങ്ങളോടോ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ നാമത്തിൽ വരുത്തുന്ന മാറ്റത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ വിഭക്തി നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് നാമം എന്താണ്, ക്രിയ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നാമവും ക്രിയയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നാമത്തിന് എങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ നാമം എന്താണ് എന്നുള്ളതൊക്കെ, അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഏതൊരു വസ്തുവിനും നമുക്ക് നാമം എന്ന് പറയാം. അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും പേരായ ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു. ഇനി വിഭക്തികൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിനെ വിഭക്തിയെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത്. വിഭക്തികൾ പ്രധാനമായിട്ടും 7 വിഭക്തികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ ക്ലാസ് തലങ്ങളിൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത് 7 എണ്ണമാണ്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് നിർദ്ദേശിക, 2 പ്രതിഗ്രാഹിക, 3 സംയോജിക, 4 ഉദ്ദേശിക, 5 പ്രയോജിക, 6 സംബന്ധിക, 7 ആധാരിക, 8ാമത്തേത് സംബോധിക. ഇങ്ങനെയാണ് 8 വിഭക്തികൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വിഭക്തി എന്താണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നത് ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയുവാണ്. ഇപ്പോൾ നമ്മൾ മരക്കൊമ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു സമസ്ത പദമാണ്. മരക്കൊമ്പ് എന്താ സമസ്ത പദം എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾ കൂടിച്ചേരുന്ന പദത്തിനാണ് സമസ്ത പദം എന്ന് പറയുന്നത്. അപ്പോൾ മരക്കൊമ്പ് എന്ന് പറയുന്ന ആ പദത്തിൽ 2 പദങ്ങളുണ്ട്. അതേതൊക്കെയാണ് 2 പദങ്ങൾ? പൂർവ്വപദങ്ങളും അതുപോലെ തന്നെ പൂർവ്വപദവും ഉത്തരപദവും. പദങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവചനം വരും, പൂർവ്വപദവും ഉത്തരപദവും. അപ്പോൾ മരക്കൊമ്പ് എന്നുള്ളതിൽ മരം എന്ന് പറയുന്നതാണ് പൂർവ്വപദം. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം. കൊമ്പ് എന്ന് പറയുന്നതാണ് ഉത്തരപദം, അതായത് അവസാനത്തെ പദം. ഇതിനെയാണ് നമ്മൾ ഈ മരക്കൊമ്പ് എന്ന പദത്തെ നമ്മൾ വിഘടിപ്പിച്ചെഴുതുന്നതിന് വേണ്ടിയിട്ടാണ് വിഭക്തികൾ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് വിഘടിപ്പിച്ച് എങ്ങനെയാണ് എഴുതുന്നത്? മരക്കൊമ്പ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ വിഗ്രഹിച്ചെഴുതുക എന്നാണ് പരീക്ഷാ പേപ്പറുകളിൽ നമുക്ക് ചോദ്യങ്ങൾ കടന്നു വരുന്നത്. അതല്ലാതെ വിഭക്തി എഴുതുക എന്നും പറഞ്ഞ് പരീക്ഷ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ വരാറില്ല. അപ്പോൾ വിഭക്തി ചേർത്ത് എഴുതുക എന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അത് വിഗ്രഹിച്ചെഴുതുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ വിഭക്തി ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ ഈ മരക്കൊമ്പ് എന്ന പദം നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുന്നത്? മരക്കൊമ്പ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പ്. അവിടെ ഇൻ്റെ എന്ന് പറയുന്നത് സംബന്ധിക വിഭക്തിയാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പദങ്ങളെ അല്ലെങ്കിൽ സമസ്ത പദത്തെ നമ്മൾ പ്രത്യയങ്ങൾ ചേർത്ത്, വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് വിഘടിപ്പിച്ചെഴുതുന്നതിനാണ് വിഗ്രഹിച്ചെഴുതുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിനി വിഭക്തികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് വിശദമാക്കാം. ഒന്ന്, നിർദ്ദേശിക. നമ്മൾ വിഭക്തിയിൽ ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തുന്നത് നിർദ്ദേശിക വിഭക്തിയാണ്. അപ്പോൾ നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു പേര്, നെയ്യും ഒരു പേര് നമ്മൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിന് നമുക്ക് ഏത് പേര് വേണമെങ്കിലും നിർദ്ദേശികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിർദ്ദേശികയ്ക്ക് പ്രത്യേകിച്ച് പ്രത്യയമൊന്നുമില്ല. അപ്പോൾ ഒരു പേരിനാണ് നിർദ്ദേശിക വിഭക്തിയായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാമൻ, സീത, പക്ഷി, കാക്ക, കല്ല്, ഇങ്ങനെ ഏത് പദം വേണമെങ്കിലും നമുക്ക് നിർദ്ദേശികയുടെ വിഭക്തിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഈ നമ്മൾ ഏത് പദമാണോ നിർദ്ദേശിക വിഭക്തിയിൽ എടുക്കുന്നത് അതിനെ മറ്റു വിഭക്തികൾ ചേർത്ത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ വിശദമാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിർദ്ദേശിക വിഭക്തിയിൽ രാമൻ എന്ന് പറയുന്ന പേരാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ രണ്ടാമത്തെ വിഭക്തിയായ പ്രതിഗ്രാഹിക വിഭക്തിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ രാമൻ എന്ന പദത്തിന് പ്രതിഗ്രാഹ്യ വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് എ ആണ്. ഇപ്പോൾ രാമൻ എന്ന പദത്തെ നമ്മൾ പ്രതിഗ്രാഹ്യ വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ രാമനെ എന്ന് എഴുതണം. അപ്പോൾ അവിടെ പ്രത്യയം നമ്മൾ എഴുതുമ്പോൾ എ എന്ന് പറയുന്ന സ്വരാക്ഷരവും അതുപോലെ തന്നെ നമ്മൾ അത് വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ രാമനെ എന്ന് പറയുന്ന സാധാരണ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ എഴുതുകയും വേണം. അപ്പോൾ പ്രതിഗ്രാഹ്യ വിഭക്തിയിൽ രാമൻ എന്ന് പറയുന്ന നിർദ്ദേശിക വിഭക്തി നമ്മൾ മാറ്റുമ്പോൾ രാമനെ എന്നാക്കി മാറ്റുന്നു. ഇനി അടുത്ത വിഭക്തി എന്ന് പറയുന്നത് സംയോജിക വിഭക്തിയാണ്. അപ്പോൾ സംയോജിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് ഓട് എന്നാണ്. അപ്പോൾ ഓട് എന്ന പ്രത്യയം നമ്മൾ നിർദ്ദേശിക വിഭക്തിയോട് ചേർക്കുമ്പോൾ രാമൻ എന്ന പദത്തിനോട് നമ്മൾ സംയോജിക വിഭക്തിയുടെ പ്രത്യയമായ ഓട് എന്ന പദം ചേർക്കുമ്പോൾ അവിടെ രാമനോട് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ അവിടെ എഴുതുമ്പോൾ രാമനോട് എന്ന് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എഴുതുന്നു. പക്ഷേ അവിടെ ഉച്ചാരണം പ്രത്യയം ഉച്ചരിക്കുന്നത് സ്വരാക്ഷരമായ ഓയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ അവിടെ ഓട് എന്നെഴുതണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഉദ്ദേശിക വിഭക്തിയാണ്. നാലാമത്തതെന്ന് പറയുന്നത് ഉദ്ദേശിക വിഭക്തിയാണ്. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് ക്ക്, ന് എന്നിങ്ങനെ രണ്ട് പ്രത്യയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നിർദ്ദേശിക വിഭക്തിയിൽ ഏത് നാമമാണോ എടുക്കുന്നത് അതിന് അനുയോജ്യമായ പ്രത്യയം ഈ ഉദ്ദേശിക വിഭക്തിയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ രാമൻ എന്ന പദമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക വിഭക്തിയിൽ വരുന്ന ഈ രണ്ട് പ്രത്യയങ്ങൾ ക്ക്, ന് എന്ന് പറയുന്ന രണ്ട് പ്രത്യയങ്ങളിൽ രാമൻ എന്ന പദത്തിനോട് ചേരുന്നത് ന് എന്ന പ്രത്യയമാണ്. അപ്പോൾ നമ്മളവിടെ എഴുതുമ്പോൾ രാമന് എന്നെഴുതുന്നു. ഇനി ഈ നിർദ്ദേശിക വിഭക്തിയിൽ നമ്മൾ സീതയാണ് എടുത്തിരിക്കുന്നതെങ്കിലോ ഉദ്ദേശിക വിഭക്തിയിൽ വരുമ്പോൾ അത് ന് അവിടെ ചേരത്തില്ല. അപ്പോൾ അവിടെ സീതയ്ക്ക് എന്ന് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രയോജിക വിഭക്തിയാണ്. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് ആൽ ആണ്. അപ്പോൾ നമ്മൾ നിർദ്ദേശിക വിഭക്തിയിൽ എടുത്തിരിക്കുന്ന രാമൻ എന്ന പദം നമ്മൾ പ്രയോജിക വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ രാമനാൽ എന്ന് നമ്മളവിടെ എഴുതുന്നു. സീത എന്ന പദമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ സീതയാൽ എന്ന് നമ്മൾ എഴുതുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാമത്തെ വിഭക്തി എന്ന് പറയുന്നത് സംബന്ധിക വിഭക്തിയാണ്. ഏറ്റവും കൂടുതൽ പ്രത്യയങ്ങളുള്ളതാണ് സംബന്ധിക വിഭക്തി എന്ന് പറയുന്നത്. സംബന്ധിക വിഭക്തിക്ക് ൻ്റെ, ഉടെ, ഉള്ള, ലേ, തേ ഇങ്ങനെയുള്ള വിഭക്തികൾ സംബന്ധിക വിഭക്തിക്കുണ്ട്. നിർദ്ദേശിക വിഭക്തിയിൽ നമ്മളെടുത്തിരിക്കുന്ന പദം രാമൻ എന്നുള്ള പദമാണ്. അപ്പോൾ അത് സംബന്ധിക വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ സംബന്ധിക വിഭക്തിയിലെ പ്രത്യയങ്ങളെന്ന് പറയുന്നത് ഇൻ്റെ, ഉടെ, ഉള്ള, ലേ, തേ എന്നിങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രത്യയങ്ങളുണ്ട്. ഇപ്പോൾ രാമൻ എന്ന് പറയുന്ന പദത്തിനോട് ഏറ്റവും അനുയോജ്യമായ പ്രത്യയം ഏതാണോ
അതാണ് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സമ്പദ്യ വിഭക്തിയിൽ രാമൻ എന്ന പദത്തിനോട് ഏറ്റവും അനുയോജ്യമായത് ഇൻ്റെ എന്ന് പറയുന്ന പ്രത്യയമാണ്. അപ്പോൾ അവിടെ നമ്മൾ രാമൻ്റെ എന്ന് വിഭക്തി ചേർത്ത് എഴുതുന്നു. ഇനി നമ്മൾ സീത എന്ന പദമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ സീതയുടെ ഉടെ എന്നുള്ള പ്രത്യയമാണ് നമ്മളവിടെ ചേർക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ആധാരിക വിഭക്തിയാണ്. ഏഴാമത്തെ വിഭക്തി എന്ന് പറയപ്പെടുന്നത് ആധാരിക വിഭക്തിയാണ്. ആധാരിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് ഇൽ, കൽ എന്നിങ്ങനെ 2 പ്രത്യയങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാമൻ എന്ന പദത്തെ നിർദ്ദേശീയ വിഭക്തിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന രാമൻ എന്ന പദത്തെ നമ്മൾ ആധാരിക വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ ഇൽ എന്ന് പറയുന്ന പ്രത്യയമാണ് അവിടെ അനുയോജ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളവിടെ രാമനിൽ എന്ന് പറയുന്നു. സീത എന്ന പദമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ സീതയിൽ എന്ന് വരുന്നു. എട്ടാമത്തെ വിഭക്തി എന്ന് പറയുന്നത് സംബോധികയാണ്. ഇതിന് നമുക്ക് ക്ലാസ് തലങ്ങളിൽ അത്രയേറെ പ്രസക്തിയില്ല. നമ്മൾ പ്രധാനമായിട്ടും 7 വിഭക്തികളാണ് പഠിപ്പിക്കുന്നത്. എങ്കിലും സംബോധിക വിഭക്തി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രത്യയമില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു പദം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ പദത്തിനെ നമ്മൾ നീട്ടി ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് സംബോധിക വിഭക്തി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാമൻ എന്ന പദമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ രാമനെ എന്ന് പറയുന്നതിന് പകരം രാമനെ എന്ന് നമ്മൾ ദീർഘാക്ഷരത്തോടു കൂടി അത് എൻഡിങ് ദീർഘാക്ഷരത്തിൽ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടി എന്നുള്ളതാണെങ്കിൽ നമ്മൾ കുട്ടി എന്നിങ്ങനെ നീട്ടി പറയുന്നു. ഇത്തരത്തിൽ നീട്ടി ഉച്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംബോധിക വിഭക്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ വിഭക്തികൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം പ്രധാനമായിട്ടും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വിഭക്തികൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അത് ഓർത്തെഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റ് എല്ലാം നമ്മൾ മറ്റ് പരീക്ഷകൾ എഴുതുന്ന പോലെ നമുക്കതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഗ്രാമർ നമ്മൾ മിക്കതും തന്നെ നമ്മൾ മനസ്സിലാക്കി ബൈ ഹാർട്ട് പഠിക്കുക മീൻസ് നമ്മളത് തറവായിട്ട് മനസ്സിലാക്കി പഠിക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് പരീക്ഷാ സമയത്ത് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ വിഭക്തി ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്ത് പറയാം. ഒന്ന് നിർദ്ദേശീയ വിഭക്തി, അതിന് പ്രത്യയമില്ല. രണ്ടാമത്തത് പ്രതിഗ്രാഹിക വിഭക്തി, അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് എ. മൂന്നാമത്തത് സംയോജിക വിഭക്തി, പ്രത്യയം ഓട്. ഇനി നാലാമത്തത് ഉദ്ദേശ്യ വിഭക്തി, പ്രത്യയം ക്, ന്. പിന്നെ അഞ്ചാമത്തേത് എന്ന് പറയുന്നത് പ്രയോജിക വിഭക്തി, അതിൻ്റെ പ്രത്യയം ആൽ. ആറാമത്തേത് എന്ന് പറയുന്നത് സംബന്ധിക വിഭക്തി, അതിൻ്റെ പ്രത്യയം ഇൻ്റെ, ഉടെ, ഉള്ള, ലേ, തേ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രത്യയങ്ങളുണ്ട്. ഇനി ഏഴാമത്തെ വിഭക്തി എന്ന് പറയുന്നത് ആധാരികയുടെ വിഭക്തി എന്ന് പറയുന്നത് ഇൽ, കൽ. എട്ടാമത്തേത് എന്ന് പറയുന്നത് സംബോധിക. അത് നമ്മൾ ഒരു പദം നീട്ടി ഉച്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വിഭക്തികൾ നമ്മൾ അതിൻ്റെ പ്രത്യയങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈസ്കൂൾ തലം കൊണ്ട് മലയാളം പഠിച്ചു അല്ലെങ്കിൽ മലയാളം പഠിക്കണ്ട എന്ന് നമ്മൾ ഇതോടുകൂടി മതിയെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു ഗവൺമെൻറ് ജോബൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പഠിക്കുമ്പോൾ സാധാരണയുള്ള ജോബ്, ഇപ്പോൾ മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് സാധാരണയായിട്ടുള്ള ഒരു ഗവൺമെൻറ് സർവീസിൽ കയറണമെങ്കിൽ നമുക്ക് PSC പരീക്ഷകളിൽ 10 മാർക്കിന് മലയാളം ചോദ്യം കടന്നു വരാറുണ്ട്. അതിൽ 5 മാർക്ക് എന്ന് പറയുന്നത് മലയാളം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാമർ തറവായിട്ട് പഠിക്കുക തന്നെ വേണം. ബാക്കിയുള്ളതാണ് സാഹിത്യകാരന്മാരും സാഹിത്യകൃതികളും അതിനെ തുടർന്നുള്ള മറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് PSC പരീക്ഷകളിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രാമറിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് വിഭക്തി. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ക്ലാസ്സാണ് ഞാനിവിടെ വിശദമാക്കിയത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് നമുക്കിനി പഠിക്കാനുള്ള സന്ധിയും സമാസവും ഭേദകവും ദ്യോതകവും ഒക്കെ ഇതിനോടനുബന്ധിച്ച് വരുന്ന ഗ്രാമറിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. നിങ്ങൾക്കിഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സൈഡിലുള്ളൊരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്ന ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.